ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. നമ്മുടെ കഴിഞ്ഞ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്റഗ്രേഷൻ, അതായത് ഉദ്ഗ്രഥനത്തിന്റെ 2ാം ദിവസത്തെ ചോദ്യപേപ്പറാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1ാം ദിവസത്തെ ചോദ്യപേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. 1 തൊട്ട് 5 വരെ പ്രവർത്തനങ്ങൾ 1ാം ദിവസത്തെ ചോദ്യപേപ്പറിലാണ് ഉള്ളത്. ഇത് നമ്മൾ 6ാമത്തെ പ്രവർത്തനം തൊട്ടാണ് നമ്മുടെ 2ാം ദിവസത്തെ ഇന്റഗ്രേഷന്റെ ചോദ്യപേപ്പറിൽ ഉള്ളത് കേട്ടോ. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ ആയിരുന്നു? എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു. അപ്പൊ 6ാമത്തെ പ്രവർത്തനം എന്താണ്? ചിരിക്കുന്ന പാവ അല്ലെ, നിറം കൊടുക്കുകയാണ്. അതായത് ഇവിടെ എങ്ങനെയാണ് നിറം കൊടുക്കേണ്ടത് ഇവിടെ സെന്റൻസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പാവയ്ക്ക് നിറം കൊടുക്കാൻ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കറുത്ത മുടി, ചുവന്ന ചുണ്ട്, പച്ച കുപ്പായം, നീലവള, നീലമാല. ഇതേപോലെ എന്ത് ചെയ്യുക, ഈ പാവക്കുട്ടിക്ക് നിറം കൊടുത്തില്ലേ നിങ്ങൾ എല്ലാവരും എക്സാമിന്? അങ്ങനെ ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത പ്രവർത്തനം 7 ആടാം പാടാമാണ്. അതായത് നമ്മുടെ പാവക്കുട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്ന നോക്കൂ. പാവ പാവ, ആടുന്ന പാവ. എങ്ങനത്തെ പാവയാണ്? ആടുന്ന പാവ അല്ലെ. അടുത്തത് നമുക്ക് എന്ത് എഴുതാം? പാവ പാവ. എങ്ങനത്തെ പാവ എന്ന് എഴുതാം? ചാടുന്ന പാവ. അടുത്തത് പാവ പാവ, ചിരിക്കുന്ന പാവ. അടുത്തത് പാവ പാവ, നടക്കുന്ന പാവ അല്ലെ. അല്ലെങ്കിൽ എന്തെഴുതാം? പാവ പാവ, പാടുന്ന പാവ. അങ്ങനെ എന്താണ്? പാവയെ കുറിച്ചുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത് കേട്ടോ. പാവ എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് 8ാമത്തെ പ്രവർത്തനം എന്താണ്? ചെറുതും വലുതും തരം തിരിക്കാം, വരച്ചു ചേർക്കാം. ഇവിടെ 2 ഇല കാണുന്നില്ലേ? ഒന്ന് വലിയ ഇലയും ഒന്ന് ചെറിയ ഇലയുമാണ് അല്ലേ. അപ്പൊ കുറെ പൂക്കളും ഉണ്ട്. അപ്പൊ വലിയ പൂക്കളെ എല്ലാം തന്നെ വലിയ ഇലയിലേക്കും ചെറിയ പൂക്കളെ എല്ലാം തന്നെ ചെറിയ ഇലയിലേക്കും വരച്ചു ചേർക്കുന്നതാണ് ഈ പ്രവർത്തനം. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് വലിയ പൂക്കൾ? ചെമ്പരത്തി, പിന്നെയോ റോസ്, ഡാലിയ. ചെറിയ പൂക്കൾ ഏതൊക്കെയാ? തെച്ചി, മുല്ല. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക, വലിയ പൂക്കളെ വലിയ ഇലയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ ഇലയിലേക്കും വരച്ചു ചേർത്തില്ലേ നിങ്ങള് എക്സാമിന്? അതാണ് നമ്മുടെ 8ാമത്തെ പ്രവർത്തനം. അടുത്തത് 9ാമത്തെ പ്രവർത്തനം വലിയ ചെടി. വായിക്കാം, വരയ്ക്കാം. ഇവിടെ നമ്മളൊരു ചെടിയെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ബാക്കിൽ അതുപോലെ വായിച്ച ശേഷം എന്ത് ചെയ്യുക, ആ ചെടിയെ വരയ്ക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. എങ്ങനത്തെ ചെടിയാണ്? വലിയ ചെടി. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് വായിക്കുന്നത്. വലിയ ചെടി. പിന്നെന്താ? ചെറിയ ഇല, ചുവന്ന പൂവ്. ഇതുപോലെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ചിത്രം വരയ്ക്കുക. ഒരു വലിയ ചെടിയാണ്, ചെറിയ ഇലയാണ്, ചുവന്ന പൂവാണ് കേട്ടോ. അപ്പൊ നമ്മളിതുപോലെ രണ്ട് വരിയും കൂടെ എഴുതി ചേർത്തിട്ടുണ്ട്. ചെറിയ തണ്ട്, ചെറിയ ഇതൾ. കണ്ടില്ലേ? ഇതെന്ത് ചെയ്യണം? ചിത്രം കൂടെ വരയ്ക്കണേ. അടുത്തത് പ്രവർത്തനം 10. നമ്മുടെ ലാസ്റ്റത്തെ പ്രവർത്തനമാണ് കേട്ടോ. ഇതളുകൾ വരച്ചു ചേർക്കുന്നത് തന്നെയാണ്. 5 ഇതളുകൾ വരുന്നത്, അതായത് 5 ഇതളുകൾ വരുന്ന പൂവിന് എന്ത് ചെയ്യണം? വരച്ചു ചേർക്കുകയാണ് ചെയ്യേണ്ടത്. 5 ഇതളുകൾ വരുന്ന ഏതൊക്കെയാ? കോളാമ്പി പൂവ്, ചെമ്പരത്തി പൂവ്, പിന്നെ ഏതാ പൂവാ? അരളിപ്പൂവ്, പിന്നെ നമ്മുടെ മുല്ലപ്പൂവ്, പിന്നെ ഏതാണ്? നിത്യകല്യാണി അല്ലെ. നിത്യകല്യാണി. ഈ 5 പൂക്കൾക്കും എന്താണ്? 5 ഇതളുകളാണുള്ളത് അല്ലെ. അപ്പൊ 5 ഇതളുകൾ വരുന്ന ചെടിയിൽ എന്ത് ചെയ്യണം? വരച്ചു ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ 10ാമത്തെ പ്രവർത്തനം. അപ്പൊ നമുക്ക് 6 തൊട്ട് 10 വരെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ 2ാം ദിവസത്തെ ചോദ്യപേപ്പറിൽ ഉള്ളത്. അപ്പോൾ 1ാം ദിവസത്തെ ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. ഇത് 2ാം ദിവസത്തെ ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഇന്റഗ്രേഷൻ്റെ മാത്രമല്ല വേറെ സബ്ജക്റ്റുകളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കാണുക. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.